ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കണം കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് എന്ന് നോക്കാം. വലിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചോറ്റോല, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചിക്കൻ കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കും. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ വെക്കാം. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടെടുക്കാം. ചോറ്റോലയും കൂടി ഇട്ടെടുക്കാം കേട്ടോ. പിന്നീട് കുറച്ച് ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്കായ് ഇത് കൂടി ചേർത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കാം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊണ്ടുവരണം കേട്ടോ. കൂടെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ചേർത്തെടുക്കാം. ഈ പൊടികളൊക്കെ എണ്ണയിലൊന്ന് വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. നമുക്ക് ചിക്കൻ ചേർത്തെടുക്കാം. അതുപോലെ ഗ്രീൻ പീസ്, ക്യാരറ്റ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നെയ്ച്ചോറിന് വെള്ളം ഒഴിച്ച് കൊടുക്കൂലേ, അതുപോലെയാണ് കേട്ടോ. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിലല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഇതിനും ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന പോലെ ഒഴിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരി കഴുകി വൃത്തിയാക്കി ഇട്ടെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി ഇട്ടെടുത്തത് കേട്ടോ. കാണിക്കാൻ വിട്ടുപോയി. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മസാലയൊക്കെ മുകളിലായിരിക്കും. പിന്നെ നമ്മളത് ഇളക്കി മിക്സ് ആക്കലാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ്. ചിക്കനും വെജിറ്റബിളും കൂടി ചേരുമ്പോൾ കുട്ടികൾ തന്നെ പെട്ടെന്ന് കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ആണ് വെച്ചെടുത്തത് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ.